നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട തെറ്റായ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി. അശാസ്ത്രീയ പരിഷ്കാരങ്ങൾക്കെതിരെ പാലക്കാട് ആർടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. സർക്കാർ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് സമിതി നേതാക്കൾ. തുച്ഛമായ ലാഭത്തിനായി ഘടകകക്ഷിയായ സിപിഐയെ പോലും വഞ്ചിച്ചവരാണ് സിപിഎമ്മുകാരെന്ന് മുൻ മന്ത്രി വി സി കബീർ. പിണറായി ഭരണം കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം ഭരണമെന്നും വി സി കബീർ. പെൻഷനേഴ്സ് അസോസിയേഷൻ തരൂർ നിയോജക മണ്ഡലം സമ്മേളനം പരുത്തിപ്പുള്ളിയിൽ. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന ഡിവൈഎഫ്ഐ. ആവശ്യമുന്നയിച്ച പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നത് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തമിഴ്നാട് പോലീസിനൊപ്പം പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. പോലീസ് തടവുകാരനെ കൊണ്ടുവരുന്നത് ലാഘവത്തോടെയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. കുന്നംകുളം പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. മർദ്ദിച്ചത് പെങ്ങാമുക്ക് സ്വദേശി ഷബീറിനെ. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണകാരണം പാമ്പുകടിയേറ്റെന്ന് സംശയം. കുതിരാനിൽ കാട്ടാനക്കൂട്ടം. ഒറ്റയാൻ ഭീതി പരത്തുന്ന പ്രദേശത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് പെരിന്തുമ്പ കാപ്പിക്കാട്ടെ ജനവാസ മേഖലയിൽ. ആനക്കൂട്ടത്തെ തുരത്താൻ സത്വര നടപടി വേണമെന്ന പ്രദേശവാസികൾ. നഗരവീഥിയിൽ നവീകരണം തുടങ്ങി. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മുതൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് വരെ തകർന്ന പാതയിൽ നടത്തുന്നത് 10 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ. യാത്രക്കാർക്ക് നേരിയ ആശ്വാസം. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. മേള നവംബർ 7 മുതൽ 10 വരെ. 5500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി. വാർത്തകൾ വിശദമായി. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട തെറ്റായ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി. അശാസ്ത്രീയ പരിഷ്കാരങ്ങൾക്കെതിരെ സമിതി പാലക്കാട് ആർടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. സർക്കാർ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാരിസൂൺ നായർ കുറ്റപ്പെടുത്തി. ശാസ്ത്രീയമെന്ന പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് പരിശീലകരെ അവഹേളിക്കുന്നതാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാരിസൂൺ നായർ ആക്ഷേപിച്ചു. ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ വന്നതോടെ നടപ്പിലാക്കാൻ കഴിയാത്ത പരിഷ്കാരങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നത്. ഡ്രൈവിംഗ് പരിശീലനം കുത്തകകളെ ഏൽപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. മനുഷ്യശേഷി ഉപയോഗിച്ച് ഉത്തരം നൽകാനുള്ള അവകാശം നിഷേധിച്ച് കമ്പ്യൂട്ടർ ഭാഷ കണ്ടെത്താനാണ് സിഗ്നൽ ടെസ്റ്റ് പരീക്ഷയിൽ ആവശ്യപ്പെടുന്നത്. ഉത്തരം കണ്ടെത്താൻ ഏറെ സമയം വേണ്ടിവരുന്നതോടെ സമയം അവസാനിച്ച് ടെസ്റ്റ് പരീക്ഷയിൽ പലരും പുറത്താവുകയാണ്. പൊതുഗതാഗത മേഖലയിൽ ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിലാകാതെ വരികയും പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലും ഡ്രൈവിംഗ് പരീക്ഷകളിലും പരിശീലനങ്ങളിലും അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതെന്നും ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും ഹാരിസൂൺ നായർ ആവശ്യപ്പെട്ടു. തെറ്റായൊരു സർക്കുലറാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സർക്കുലറിനെ കോടതി തന്നെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അറബിക്കടലിലേക്ക് എടുത്തു കളഞ്ഞു. അത് നമ്മുടെ പോരാട്ടത്തിന്റെ വിജയമാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പം മേഖലയൊന്ന് തടുത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു പുതിയ ലേണേഴ്സ് പരിഷ്കാര രൂപത്തിൽ വീണ്ടും നമ്മളിലേക്ക് ഡ്രൈവിംഗ് പരിശീലനത്തിന് ആളുകൾ വരാതിരിക്കാൻ വേണ്ട സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഇത് കേവലം ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മാത്രമോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ മാത്രമോ ഒരു സമരമല്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ 18 വയസ്സ് പ്രായപൂർത്തിയായ പ്രാദേശിക ഭാഷാ പ്രാവീണ്യമുള്ള ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റായിട്ടുള്ള ജനനതീയതിയും വിലാസവും തെളിയിക്കുന്ന രേഖയുള്ള ഏതൊരു വ്യക്തിക്കും ലൈസൻസ് എടുക്കാമെന്നിരിക്കെ അതുപോലെയുള്ള ആർക്കും തന്നെ ലേണേഴ്സ് പരീക്ഷ എഴുതി പാസ്സായി ലൈസൻസ് എടുക്കാൻ പറ്റാത്തൊരു സംവിധാനം കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ DSOS ജില്ലാ പ്രസിഡന്റ് പ്രയാ സനോജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MG പ്രദീപ്, വിനോദ് അമ്പാടി, ജഗദീഷ് ചന്ദ്രൻ, രമേഷ് ഭാസ്കരൻ, കെ പ്രദീപ് കുമാർ, ദിനേശ് രാജ്, സൂരജ് ആലത്തൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിയൂരിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചുമാറ്റിയിരുന്നുവെന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്.
ബാലമുരുകൻ്റെ വേഷം വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുള്ള ഷർട്ടുമാണ്. ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലമുരുകൻ മുണ്ടഴിച്ച് ഉടുത്ത് സ്വതന്ത്രനായി പുറത്തേക്കിറങ്ങി പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ബാലമുരുകനെ ഒടുവിൽ കണ്ടത് ഇന്നലെ പുലർച്ചെ 2:30 വിയ്യൂർ ജയിലിന് സമീപം പാടൂക്കാട് വെച്ചാണ്. മോഷ്ടിച്ചതെന്ന് കരുതുന്ന സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകനെ പോലീസ് കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് സമീപത്തെ പാടത്തുകൂടി ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. പ്രദേശത്ത് റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഒപ്പം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലൂടെയുള്ള ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കണക്കുകൂട്ടുന്നു. നഗരത്തിലും സമീപ ജില്ലകളിലും ബാലമുരുകനായി വ്യാപക തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തുച്ഛമായ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് കൂടെ നിൽക്കുന്ന ഘടകകക്ഷിയായ CPI-നെ പോലും വഞ്ചിച്ചവരാണ് CPM-കാരെന്നും കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഭരണമാണ് പിണറായി വിജയൻ സർക്കാരെന്നും മുൻ മന്ത്രി VC കബീർ. KSSPA തരൂർ നിയോജകമണ്ഡലം 41-ാം വാർഷിക സമ്മേളനം പരുത്തിപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ ഭരണമാണ് പിണറായി വിജയൻ സർക്കാരെന്നും മുൻ മന്ത്രിയും ഗാന്ധിദർശൻ സംസ്ഥാന പ്രസിഡന്റുമായ VC കബീർ കൂട്ടിച്ചേർത്തു. നമ്മളെ കാണുന്നത് ഗവൺമെന്റ് കാണുന്നത് പിന്നെ പുള്ളിക്ക് കൊടുക്കാനോ പോസ്റ്റ് കൊടുക്കാനോ പക്ഷെ അധികാരത്തിലിരിക്കുന്നവർ അധികാരത്തിലിരുന്ന് എത്തിക്കഴിഞ്ഞാൽ എല്ലാം നടക്കുകയും കൈയിട്ട് വാരുക എന്നുള്ളതല്ല, വാരി തിന്നുക എന്നുള്ളതാണ് പോളിസി എന്ന നിലയിൽ ഇത്രയും മോശമായ ഒരു ഗവൺമെന്റിനെ എൻ്റെ 10-60 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ വാക്കുമാറുന്ന ഗവൺമെന്റ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 92 കോടി രൂപ കിട്ടാൻ വേണ്ടി ഘടകകക്ഷിയായ CPI-ക്കാരെ ഉന്നയിച്ച വാദത്തിന്റെ കൂടെയാണവർ അവരെ ചതിച്ച് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് കത്തിന്റെ വാചായിട്ട് വരെ പിണറായി കൂടി പിന്നെ CPI നേതാവിനോട് പറഞ്ഞ് മനസ്സിലാക്കി വായിച്ചു കൊടുത്തിട്ട് അസോസിയേഷൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് P. കേശവദാസ് അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം സെക്രട്ടറി AS സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സമിതി അംഗം A. ഗോപിനാഥൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി ആന്റണി, AICC അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ ശാന്ത ജയറാം, അസോസിയേഷൻ വനിതാ ഫോറം പ്രസിഡന്റ് അനിയ ടീച്ചർ, ജില്ലാ കമ്മിറ്റി അംഗം P. K. ചാമിയാർ, സംസ്ഥാന സമിതി അംഗം K. വേലുണ്ണി, ജില്ലാ കമ്മിറ്റി അംഗം ESM ഹനീഫ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ VR വിജയൻ സ്വാഗതവും അസോസിയേഷൻ കോട്ടായി മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് DYFI ആവശ്യമുന്നയിച്ച് DYFI പ്രവർത്തകർ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംഭവമല്ല, നമുക്ക് മുന്നിൽ ഒരു സൗമ്യമുണ്ട്, പേര് അറിയാത്ത ധാരാളം പേരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥൻ TTA തന്നെ മർദ്ദിക്കുന്ന ചില വാർത്തകൾ, വീഡിയോകളും പുറത്തു വന്നു. അപ്പൊ ഇവിടെ DYFI ഒരു സമരം തീരുമാനിച്ചപ്പോൾ സംസ്ഥാന പോലീസിന്റെ ഭാഗമായിട്ട് ചിലരുണ്ട്, റെയിൽവേ പോലീസിന്റെ ഭാഗമായിട്ട് ഉയർന്ന തസ്തികകളിലേക്ക് ഇരിക്കുന്ന പല ആളുകളുണ്ട്. ഞങ്ങളിപ്പോൾ ഈ സമരം ഇതിന്റെ ഭാഗമായി രാജ്യത്താകെ നടക്കുന്ന ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ജനാധിപത്യ വിരുദ്ധം. ജില്ലാ പ്രസിഡന്റ് R. ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം S. ഷക്കീർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം PM R. ഷോ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കിഷോർ, വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MA ജിതിൻ രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലക്കാട് ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് നാസിം നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് പരിസരം വരെയുള്ള പാതയിലെ തകർച്ച നേരിട്ട ഭാഗങ്ങളിലെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തികൾ നടത്തുന്നത്.
പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ വഴി SMB ജംഗ്ഷനിലേക്ക് എത്തുന്ന നഗരത്തിലെ പ്രധാന റോഡാണ് അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കുന്നത്. റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായതോടെ നിരവധി പരാതികളാണ് നേരത്തെ ഉയർന്നു വന്നിരുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ നവീകരണം ആരംഭിച്ചിരിക്കുന്നത്. PWD നേതൃത്വത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ഷൊർണൂർ നഗരസഭയുടെ മുൻവശം, സെൻറ് തെരേസസ് കോൺവെൻറ്റിന് മുൻവശം, ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുൻവശം, റെയിൽവേ സ്റ്റേഷന് മുൻവശം തുടങ്ങിയ പ്രധാന തകർന്ന ഭാഗങ്ങളാണ് റീടാറിംഗ് നടത്തി നവീകരിക്കുന്നത്. കൂടാതെ കുളപ്പള്ളി ജംഗ്ഷന് സമീപത്തെ പാതയിലെ തകർച്ചകളും നവീകരിക്കും. തകർന്നു കിടന്ന റോഡ് BMC നിലവാരത്തിൽ നവീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താൽക്കാലികമായി പരിഹരിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരും. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ഗൂഡല്ലൂർ റൂട്ടിൽ KSRTCയുടെ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ണാർക്കാട്, വഴിക്കടവ്, നിലമ്പൂർ വഴിയാണ് സർവീസ്. എല്ലാ ദിവസവും രാവിലെ 7:45 പാലക്കാട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:20 ഗൂഡല്ലൂരിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരിച്ച് അവിടെ നിന്ന് 1:30 പുറപ്പെട്ട് വൈകുന്നേരം 6:05 പാലക്കാട് ഡിപ്പോയിൽ എത്തിച്ചേരും. ഗൂഡല്ലൂരിലേക്ക് പാലക്കാട് ഡിപ്പോയിൽ നിന്നുള്ള ആദ്യ സർവീസാണിത്. പാലക്കാട്ട് നിന്ന് ഗൂഡല്ലൂർക്ക് ബസ് സർവീസ് വേണമെന്ന ആവശ്യം MLA ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ട് ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സർവീസിനുള്ള അനുമതി KSRTC നൽകിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പുതിയ അന്തർ സംസ്ഥാന സർവീസുകൾ കൂടി ആരംഭിക്കുമെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ, യൂണിയൻ ഭാരവാഹികളായ സന്തോഷ്, രവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വ്യാജ പോലീസ് IG ചമഞ്ഞ് പോലീസിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തൃശൂർ പെരിങ്ങോട്ടുകര കുന്നത്തുള്ളി വീട്ടിൽ മിഥുൻ ഏലിയാസ് ബാനുകൃഷ്ണയെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2018 കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരുടെ മകന് പോലീസിൽ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 16 പവൻ സ്വർണ്ണാഭരണങ്ങളും 5 ലക്ഷം രൂപയുമാണ് പ്രതി കൈക്കലാക്കിയത്. മണ്ണുത്തി പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതിക്കെതിരെ 21 സാക്ഷികളെയും 30ഓളം രേഖകളും കോടതിയിൽ ഹാജരാക്കി. പ്രതി മിഥുൻ ഏലിയാസ് ബാനുകൃഷ്ണ കുറ്റം ചെയ്തെന്ന് ബോധ്യപ്പെട്ട കോടതി 10 വർഷം കഠിന തടവും 1,25,000 രൂപ പിഴയും ശിക്ഷ വിധിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KA സുനിത ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പനമണ്ണ അമ്പലവട്ടത്ത് വീട് ഭാഗികമായി കത്തി നശിച്ചു. ഓടിട്ട വീടിന്റെ ഒരു ഭാഗമാണ് കത്തി നശിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു തീപിടുത്തം. അമ്പലവട്ടം വിളക്കുമാടം ലക്ഷ്മണ മുതലിയുടെ വീടിനാണ് തീപിടിച്ചത്. ഓടുമേഞ്ഞ ഇരുനില വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു. ഷൊർണൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് സംഭവം. തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമായിട്ടില്ല. അപകട സമയത്ത് ലക്ഷ്മണ മുതലിയും ഭാര്യ ശിവഭാഗ്യവതിയും ഇളയ മകൻ വിനോദുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിൻ്റെ ആളെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വണ്ടിയിൽ പോകുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത് നമ്മുടെ മുകളിലത്തെ ഒരു വീട്ടിൽ തീ പിടിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ നമ്മുടെ വല്യമ്മയുടെ വീട് തന്നെയാണ്. അപ്പോൾ റൂമിൻ്റെ സൈഡ് മൊത്തം കത്തിയിട്ട് ആകെ പ്രശ്നമായിരിക്കുമ്പോഴാണ് ഞാൻ അപ്പോൾ ആദ്യം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ വിവരം അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളവിടെ വരാൻ തയ്യാറായി നിൽക്കുകയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഫയർഫോഴ്സ് വണ്ടി വരാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗം അത്യാവശ്യം ഈ താഴത്തെ റൂം മൊത്തം കത്തി കഴിഞ്ഞിരുന്നു. പിന്നെ ഫ്രിഡ്ജ് ആ ടൈമിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് കേട്ടത്. പിന്നെ മുകളിലേക്ക് തീ എത്തിയപ്പോഴേക്കും നമ്മളത് ഫയർഫോഴ്സ് വന്ന് അണക്കിയിരുന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുതിരാനിൽ കാട്ടാനക്കൂട്ടം. കുതിരാൻ പെരിന്തുമ്പ കാപ്പിക്കാട്ടാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ആന എത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങി ഭീതി പരത്തുന്നതിനിടെയാണ് കാട്ടാനകൾ കൂട്ടമായി എത്തിയിരിക്കുന്നത്. പുറമ്പോക്ക് സ്ഥലത്ത് വേലി കെട്ടിയത് മൂലം ആദിവാസി കുടുംബങ്ങൾക്ക് വഴിയില്ലാതായെന്ന് പരാതി. അകത്തേത്തറ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിരുത്തരവാദപരമായ നടപടിയാണ് ഇതിന് വഴിവെച്ചതെന്ന് ആദി ഗോത്രസഭ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി ഹരി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അകത്തേത്തറ ധോണി കരിപ്പാലി തോടാണ് സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി കയ്യേറിയത്. തോടിന്റെ പുറമ്പോക്ക് സ്ഥലത്ത് താമസക്കാരനായ ജോർജിന്റെ മകൻ സാബുവാണ്
2007 മുതൽ കയ്യേറി വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്ന് സി ഹരി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിനെതിരെ ആദിവാസികൾ സമരം ചെയ്യുകയും ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 11 പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന് പരാതിയും നൽകി. തുടർന്ന് കമ്മീഷൻ RDOയ്ക്കും നടപടികൾക്കായി താലൂക്ക് തഹസിൽദാർക്കും ചുമതലയേൽപ്പിച്ചു. ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പുറമ്പോക്ക് ഭൂമി കയ്യേറിയതാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ സെക്രട്ടറി ഉത്തരവ് നടപ്പിലാക്കാതെ കാലതാമസം വരുത്തുകയാണെന്ന് സി ഹരി കുറ്റപ്പെടുത്തി. ഉത്തരവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന് മുന്നിൽ ആദിവാസികൾ സമരം ആരംഭിക്കുമെന്നും സി ഹരി വ്യക്തമാക്കി. പട്ടികവർഗ ഗോത്ര കമ്മീഷന് ഒരു പരാതി ആ പ്രദേശത്ത് തന്നെ ഊർമൂപ്പനായ മണി പരാതി നൽകിയത്. ആ പരാതിയെ തുടർന്ന് കമ്മീഷൻ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി 30 ദിവസത്തിനകം റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം പാലക്കാട് റവന്യൂ ഡിവിഷണൽ ഓഫീസർ അന്വേഷണം നടത്താൻ പാലക്കാട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകുകയും തഹസിൽദാർ താലൂക്ക് സർവേയർക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി അളന്ന് തിട്ടപ്പെടുത്തുന്നതും അങ്ങനെ അധികമായിട്ട് ഭൂമി കൈയേറ്റം ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ വസ്തുത അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയും തുടർന്ന് താലൂക്ക് സർവേയറും സംഘവും വരികയും ആ സർവേ ചെയ്തതിൽ അനധികൃതമായിട്ട് ഭൂമി ഈ പ്രതി കൈയേറ്റം ചെയ്തിട്ടുള്ള വസ്തുത കണ്ടെത്തുകയും അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ആ വേലി പൊളിച്ചു മാറ്റി ആദിവാസികൾക്ക് നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ബന്ധപ്പെട്ട റവന്യൂ ഡിവിഷനിൽ നിന്ന് വന്ന ഓഫീസർമാർ അകത്തേത്തറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വാക്കാലും കത്താലും റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി MU അജീഷ്, ഊരുമൂപ്പന്മാരായ MV വീരേന്ദ്രൻ, P മണി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മധൂർ ചുങ്കമന്നം ജംഗ്ഷനിൽ വാഹനാപകടം. ടൂറിസ്റ്റ് ബസും ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബുധനാഴ്ച പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. അപകടത്തിൽ ബസിന്റെയും ടിപ്പറിന്റെയും മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിനിടെ മീൻ വിൽപ്പന നടത്തുന്ന 2 ഇരുചക്ര വാഹനങ്ങളിലും ഇടിച്ചു. അവയും തകർന്നു. ആർക്കും കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെയായതിനാൽ റോഡിലും ആളുകൾ കുറവായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുന്നംകുളം പഴഞ്ഞി മൂലേപ്പാട് പള്ളി പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി 44 വയസ്സുള്ള ഷബീറിനാണ് പരിക്കേറ്റത്. ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആനയുടെ പാപ്പാന്മാരാണ് യുവാവിനെ മർദ്ദിച്ചത് എന്നാണ് പരാതി. പുലർച്ചെ 2:30യോടെയാണ് സംഭവം. ഷബീറിൻ്റെ സഹോദരപുത്രനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദനമേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിൽ തലക്കേറ്റ മുറിവിൽ 5ഓളം തുന്നലുകളുണ്ട്. ആനയുടെ തോട്ടി കൊണ്ടുള്ള മർദ്ദനത്തിലാണ് യുവാവിൻ്റെ തലയ്ക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ പ്രതികൾക്കായി കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒന്നാംകല്ല് സ്വദേശി മാധവ് മണികണ്ഠനാണ് മരിച്ചത്. മരണകാരണം പാമ്പ് കടിയേറ്റതാണെന്ന് സംശയമുണ്ട്. കിടപ്പുമുറിയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ശരീരമാകെ നീലപ്പാടുകളോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ ജനകീയ വായനശാല കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എഴുത്തോല നവംബർ ലക്കത്തിന്റെ പ്രകാശനവും MLA നിർവഹിച്ചു. പൂർണ്ണമായും ആളുകൾക്ക് വെയിലും മഴയും തട്ടാതെ ഇരിക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൂടി ചേർത്ത് ഒറ്റപ്പാലം ജനകീയ വായനശാല, അതിൻ്റെ താഴെയുള്ള ഓപ്പൺ ഓഡിറ്റോറിയം രണ്ടിൻ്റെയും നവീകരണത്തിനായി 35 ലക്ഷം രൂപ ഇവിടെ വിനിയോഗിക്കേണ്ടതായിട്ട് വന്നു. 35 ലക്ഷം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള സംഖ്യയല്ല. ഞാൻ പലയിടത്തും പറയാറുള്ളത് ലൈഫ് വീടിൻ്റെ കാര്യമാണ്. ഒരു ലൈഫ് വീടിന് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ 35 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മോശമല്ലാത്ത ഒരു സംഖ്യയാണ്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായിരുന്നു. പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴയ്ക്ക് നൽകി MLA എഴുത്തോല നവംബർ ലക്കത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. V ആനന്ദ് വായനശാലയ്ക്ക് നൽകിയ പുസ്തകം ജനകീയ വായനശാല പ്രസിഡന്റ് E രാമചന്ദ്രൻ ഏറ്റുവാങ്ങി.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ കൗൺസിലർ ഫാത്തിമത്ത് സുഹറ, വായനശാല സെക്രട്ടറി IM സതീശൻ, P പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. MLA ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഒറ്റപ്പാലം നഗരസഭയിലെ ജനകീയ വായനശാല കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയില ലഹരി മുക്ത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവനാണ് പ്രഖ്യാപനം നടത്തിയത്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ ഇത്ര ഫാനുണ്ടെങ്കിലും എന്തോ ഒരു പുഴുകൽ ഇതിൻ്റെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആൾ തിങ്ങി നിറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ അടുത്ത പഞ്ചായത്ത് ഒരു പുതിയ ഇവിടുത്തെ പരമാവധി ആളുകളെ പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു നല്ല ഹാള് ഉണ്ടാക്കാൻ ആദ്യത്തെ ശ്രമം നടത്തട്ടെ എന്ന് വിപിൻ റഹ്മാൻ പറഞ്ഞു വെച്ചു. തീർച്ചയായിട്ടും അത് നടക്കട്ടെ. എന്തായാലും ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി നമ്മുടെ പഞ്ചായത്തിനകത്തെ വിവിധ മേഖലയിൽ ജോലി നിർവഹിക്കുന്ന ആളുകളും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളും തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലെ 8 സ്കൂളുകളും കോളേജുമാണ് പുകയില രഹിത ലഹരിമുക്ത വിദ്യാലയമായി പ്രഖ്യാപിച്ചത്. ഇവർക്കുള്ള ഉപഹാരവും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ വിശിഷ്ടാതിഥിയായി. പ്രവൃത്തിക്ക് ശ്രമം നടത്തിയ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്തിനെയും അഭിനന്ദിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രമാമുരളി, OK രാമചന്ദ്രൻ, ഷാജിദ, ഡോക്ടർ അരുൺ മിത്ര, ഡോക്ടർ മൈനാവതി, സെക്രട്ടറി P. സുരേഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ ലത, കോങ്ങാട് ഹെൽത്ത് സൂപ്പർവൈസർ CC മോൻ തോമസ്, സുമതി ടീച്ചർ, സമീറ ടീച്ചർ, ടുബാക്കോ ഫ്രീ അംബാസിഡർ സിസിൽ എബ്രഹാം, പറളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VV രമേശ്, മൻസൂർ അലി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിതബന്ധം ചെടികളിലൂടെ സൗഹൃദം വളർത്താം എന്ന സന്ദേശവുമായി ടൗണിൽ IEC സന്ദേശ റാലി നടത്തി. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭയുടെ അലങ്കാര ചെടികൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൈമാറി. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച സന്ദേശ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ലീൻ സിറ്റി ഷൊർണൂർ മാലിന്യ സംസ്കരണം, മലയാള സംസ്കാരം, നാമകരണം ചെയ്ത വെള്ളക്കുടകളുമായാണ് എല്ലാവരും റാലിയിൽ പങ്കാളികളായത്. തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. നമുക്കറിയാം, നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് വേറിട്ട ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു നഗരസഭയാണ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ ഒരു പ്രവർത്തനം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ നഗരസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാലിന്യ നിർമ്മാർജ്ജനം അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ പാലക്കാട് ഡിവിഷന്റെ ഭാഗങ്ങളിൽ റെയിൽവേ എല്ലാ സഹകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ADRM V. ജയകൃഷ്ണൻ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പല ഭാഗങ്ങളിലും ഡസ്റ്റ് ബിന്ന്, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ ആക്റ്റീവായ പാർട്ടിസിപ്പേഷൻ കാരണം നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരുപാട് കളയാൻ സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭയുടെ 50 അലങ്കാര ചെടികൾ റെയിൽവേക്ക് കൈമാറി. ചെയർമാൻ MK ജയപ്രകാശിൽ നിന്നും ADRM V. ജയകൃഷ്ണൻ ചെടി ഏറ്റുവാങ്ങി. വൈസ് ചെയർപേഴ്സൺ P. സിന്ധു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനപ്രതിനിധികൾ, സെക്രട്ടറി PS രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 20 ലക്ഷം രൂപ ചെലവിൽ മണ്ണൂർ കല്ലംപറമ്പിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. നല്ല നിലപാടുകൾ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കൃഷിക്കാരെ സഹായിക്കാൻ, നെൽകൃഷിക്കാരെ സഹായിക്കാൻ, ഉഴവുകൂലി കൊടുക്കാൻ എല്ലാ വർഷവും കൃത്യമായി 65 ലക്ഷം 7 പഞ്ചായത്തുകൾക്കായി വിഭജിക്കപ്പെടും. പക്ഷേ 65 ലക്ഷത്തിൽ കുറയാത്ത പൈസ ഉഴവുകൂലിക്ക് വേണ്ടി നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇരുപ്പുപോലെ കുറഞ്ഞു, ഒരു പൂവലായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷിഭവനിലൂടെ ആ പൈസ ലഭ്യമാകും. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷത വഹിച്ചു. വാർഡംഗം PC സുമ, ബ്ലോക്ക് അംഗം PS അബ്ദുൽ മുത്തലിഫ്,
PM യൂസഫ്, TR ശശി, SJN നജീബ്, VC പ്രീത എന്നിവർ സംസാരിച്ചു. മണികണ്ഠൻ സ്വാഗതവും ശൈലേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ഷൊർണൂർ നഗരസഭ ഹരിതകർമ്മസേന സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സംഗമം ഉദ്ഘാടനം ചെയ്തു. അജൈവ മാലിന്യങ്ങളുടെ ശേഖരണത്തിൽ നിർണായകമായിട്ടുള്ള പങ്കാണ് ഹരിതകർമ്മസേന നിർവഹിക്കുന്നത്. അത് നമുക്ക് നിർവഹിക്കാൻ സാധിച്ചത് വളരെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. നമുക്കതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, വളരെ തുടക്കത്തിൽ നമ്മൾ വളരെ പുറകിലായിരുന്നുവെങ്കിൽ പിന്നീട് ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഒരു ശക്തമായിട്ടുള്ള മാലിന്യ ശേഖരണത്തിൻ്റെ ഭാഗമായി, അജൈവ മാലിന്യങ്ങളുടെ ശേഖരണത്തിൻ്റെ ഭാഗമായി സംഗമത്തിൻ്റെ ഭാഗമായി BDP ധാരണാപത്രം ഒപ്പിടൽ, ഹരിതമിത്രം ക്ലാസ്, ക്വിസ് കോമ്പറ്റീഷൻ എന്നിവ നടന്നു. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ശിവൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി PS. രാജേഷ് സംസാരിച്ചു. ആത്മാർത്ഥമായ സേവനത്തിനും മികച്ച പ്രവർത്തനങ്ങൾക്കുമുള്ള ഉപഹാരം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഹരിതകർമ്മസേനയ്ക്ക് നൽകി. തുടർന്ന് ഹരിതകർമ്മസേന നഗരസഭാ ചെയർമാനുള്ള സ്നേഹാദരവും ഒരുക്കി. ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ബെഡ്ഷീറ്റുകളുടെ വിതരണം ചെയർമാൻ നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. 7 മുതൽ 10 വരെ നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ 14 ജില്ലകളിൽ നിന്നായി 5500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ADPI TA സന്തോഷ് കുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂൾ, ഹൈസ്കൂൾ, HSS, VHSE വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് ADPI TA സന്തോഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെൻറ് മോയൻ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നഗരത്തിലെ 6 വിദ്യാലയങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ചോക്ക് നിർമ്മാണം, വോളിബോൾ നെറ്റ്, ചന്ദനത്തിരി, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പനയോല, തഴയോല ഉൽപ്പന്നങ്ങൾ, കുട നിർമ്മാണം എന്നിവ ഒഴിവാക്കിയും വിവിധ ക്യാരി ബാഗ് നിർമ്മാണം, ഫൈബർ ഫാബ്രിക്കേഷൻ, നൂതന ആശയ പ്രവർത്തന മോഡൽ, ലോഹത്തകിടിൽ ദ്വിമാന ചിത്രം, പോസ്റ്റർ ഡിസൈനിങ്, പോട്രി പെയിൻറ്റിംഗ്, കൂവള പാള നിർമ്മാണം, ചൂരൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്തുമാണ് ഇക്കുറി മത്സരങ്ങൾ നടക്കുന്നത്. ഉദ്ഘാടനം നടക്കുന്ന 7-നും 8-9 തീയതികളിലും പ്രധാന വേദിയിൽ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 8-9 തീയതികളിൽ ചെറിയ കോട്ടമൈതാനത്ത് വിദ്യാർത്ഥികളെയും 16ഓളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സെമിനാറുകളും കരിയർ ഫെസ്റ്റും സംഘടിപ്പിക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനും അവശ്യ സഹായത്തിനും സേവനത്തിനുമായി 2500ഓളം വോളണ്ടിയർമാർ കർമ്മനിരതരാകും. അവശ്യഘട്ടങ്ങളെ അഭിമുഖീകരിക്കാനായി മെഡിക്കൽ, പോലീസ്, ഫയർ സർവീസ് സേവനങ്ങളും സജ്ജമാണ്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, ഒഫീഷ്യൽ, വിധികർത്താക്കൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4 ദിവസങ്ങളിലും പഴയിടം മോഹനൻ നമ്പൂതിരി വിവിധ തരത്തിലുള്ള രുചികരമായ ഭക്ഷണം ഒരുക്കും. 1000 പേർക്ക് ഇരിക്കാവുന്ന ഊട്ടുപുരയിൽ ഉൾപ്പെടെ ഭക്ഷണ ക്രമീകരണം നടത്തുന്നതിനായി 300 അധ്യാപകരും വിദ്യാർത്ഥികളും സജ്ജരായിരിക്കും. 3 മണിക്ക് ശേഷം പൊതുജനങ്ങൾക്ക് മേള കാണാനും വിലയിരുത്താനും അവസരമുണ്ടാകുമെന്നും TA സന്തോഷ് പറഞ്ഞു. സംസ്ഥാനത്ത് ശാസ്ത്രോത്സവം നടത്തുന്നു. 7 വ്യത്യസ്ത വേദികളിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടക സമിതിയുടെ ഓഫീസുമെല്ലാം മോയിൻസ് സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണത്തെ മേളയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ പരിഷ്കരിച്ച മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേള നടത്തുന്നത്. ഒരു വർഷം മുമ്പേ നമ്മൾ പരിഷ്കരിച്ചായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം അത് നോട്ടിഫൈ ചെയ്യുന്നതിൽ കാലതാമസം വന്നുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ശാസ്ത്രമേളയിൽ മാനുവൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണത്തിൽ വന്നിട്ടുള്ള 1-2 പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സാമൂഹ്യ ശാസ്ത്രമേളയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മത്സരങ്ങളെല്ലാം ഓൺ ദ സ്പോട്ട് മത്സരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. മുൻപ് ചില മത്സരങ്ങളിൽ അത് കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന് അതിന് ഇവാലുവേഷൻ നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓൺ ദ സ്പോട്ട് മത്സരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയ മേളയിൽ 7 ഇനങ്ങൾ ഒഴിവാക്കുകയും വിദഗ്ധ സമിതി അത് അത്ര കാലാനുസൃതമല്ല എന്ന് കണ്ടിട്ട് 7 ഇനങ്ങൾ ഒഴിവാക്കി പുതുതായിട്ട് 8 ഇനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷത്തെ ശാസ്ത്രമേള നടത്തുന്നത്. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ
ഇത്ര അധികം കുട്ടികൾ നമ്മൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ഉള്ള താമസ സൗകര്യം, അവർക്കുള്ള ഭക്ഷണത്തിനുള്ള സൗകര്യം, അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷന് ഉള്ള സൗകര്യം, ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും പിന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പരമാവധി തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ഹരിത പ്രോട്ടോക്കോൾ, ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ച് ഈ മേള നടത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. DDE PM സലീന ബീവി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. സാബിറ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MN വിനോദ്, മീഡിയ കമ്മിറ്റി കൺവീനർ A. ഹനീഫ, NCTA P. മുഹമ്മദ് അഷറഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ചുടുവാളത്തൂരിൽ പുതുതായി നിർമ്മിച്ച 81ാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. കേരളോത്സവത്തിൽ പങ്കാളികളായ മത്സരാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. ഷൊർണൂർ നഗരസഭയിലെ ചുടുവലത്തൂർ 81ാം നമ്പർ അംഗനവാടിക്കായാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചക്കുന്നത്ത് രാമചന്ദ്രൻ നായരുടെ പത്നി സൗജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. P. മമ്മിക്കുട്ടി MLA-യുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. അംഗൻവാടി കെട്ടിടത്തിന്റെ മുകളിൽ ചക്കുന്നത്തെ രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം, ജനകീയ വായനശാല, മന്ദിരവുമുണ്ട്. ഇതിൻ്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. നിർമ്മാണം പൂർത്തീകരിച്ച അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. നടത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ നഗരസഭയിൽ നമ്മൾ കുറേ കൂടി ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ എല്ലായിടത്തും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനം. സാധാരണ നിലയിൽ അതിനെ ഒരു ചിട്ടയോടുകൂടി എത്തിക്കുക, അവിടെ സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടായാൽ മാത്രമാണ് ഒരു സ്ഥാപനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷയായിരുന്നു. സ്വാഗതം പറഞ്ഞ കൗൺസിലർ KM ലത പദ്ധതി വിശദീകരണവും നടത്തി. V. ഫാത്തിമത്തെ ഫർസാന, CDPO O. ശാന്തകുമാരി, ICA സൂപ്പർവൈസർ AM ബിന്ദുമോൾ, മുൻ കൗൺസിലർ KN അനിൽകുമാർ, K. വിനോദ്, അംഗനവാടി ടീച്ചർ MR ബിന്ദു എന്നിവർ സംസാരിച്ചു. നഗരസഭ കേരളോത്സവം 2025 പങ്കാളികളായ മത്സരാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. നിരവധി പ്രദേശനിവാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിലെ മേച്ചിരാത്തുകുന്ന് നിവാസികൾക്ക് ആശ്വാസം. പ്രദേശത്തെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായുള്ള പൊതുകിണറിന്റെ പ്രവർത്തനോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. വാളേരിപ്പറമ്പിൽ ശാരദ ഉദ്ഘാടനം ചെയ്തു. ഇരുപത്തിമൂന്നാം വാർഡ് കൗൺസിലർ EP നന്ദകുമാർ, പ്രദേശവാസികളായ വേണുഗോപാൽ, രഘുറാം, VK സതീശൻ, ഉണ്ണികൃഷ്ണൻ, സിനോഷ്, രാകേഷ്, അനീഷ്, മണിക്കുട്ടൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാളേരിപ്പറമ്പിൽ ശാരദ പതിച്ചു നൽകിയ 1/4 സെന്റ് ഭൂമിയിലാണ് പൊതുകിണർ നിർമ്മിച്ചു നൽകുക. 2024 പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ വകയിരുത്തിയാണ് പൊതുകിണറിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. പൊതുകിണർ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ 40 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് 23ാം വാർഡ് കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. നമ്മൾ ഏറെ കാലമായിട്ട് ഇവിടുത്തെ ഈ മേച്ചിരാത്തുനിന്ന് പ്രദേശത്തെ ആളുകൾ ആവശ്യപ്പെടുന്നതാണ് ഒരു പൊതുകിണർ. ഇവിടെ ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് പബ്ലിക് ടാപ്പിലെ, അതായത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് ഒരു കിണറില്ല. ഉണ്ടെങ്കിൽ വെള്ളം കിട്ടണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയിട്ട് സ്വകാര്യ വ്യക്തികളുടെ വീട്ടിൽ നിന്നാണ് കോരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പൊതുകിണർ എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് നമുക്ക് പൊതുകിണറിന് സൗജന്യമായിട്ട് നഗരസഭയ്ക്ക് ശാരദേച്ചി സ്ഥലം തന്നു. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുകിണർ നിർമ്മിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. കോൺട്രാക്റ്റ് എടുത്തു. എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പൊതുകിണർ യാഥാർത്ഥ്യമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാലിത്തീറ്റ സബ്സിഡി വിതരണം നടത്തി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അത് ഒരു അനുഗ്രഹമാണ്. യാതൊരു നിവൃത്തിയില്ലാത്ത മരുന്ന് വാങ്ങാൻ പോലും മറ്റുള്ള ആളുകളെ, കുടുംബത്തിലെ മക്കൾക്കോ മരുമക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ സഹായം
ഏറ്റവും മികച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ചായ കുടിക്കാൻ, ഒരു എന്താ പറയുക, ബീഡി വലിക്കാൻ, ബീഡിയൊന്നും വലിച്ചുകൂടാ, പുകയില വരുന്ന ദിനമായിട്ടാണ് ഇവിടെ പഞ്ചായത്ത് ദിനമല്ല, പുകയില വരുന്ന പഞ്ചായത്തും അങ്ങനെ കഴിയില്ലാന്നുള്ളതുകൊണ്ട് ആരെങ്കിലും വലിച്ചത് പഞ്ചായത്തിന് തലയിൽ വരും. അതുകൊണ്ട് പുകയില വിരുദ്ധ അല്ലെങ്കിൽ വീര മുക്ത സ്കൂളായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാജിദ, രാമചന്ദ്രൻ, രമ, പഞ്ചായത്ത് അംഗം ബാലസുബ്രഹ്മണ്യൻ, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ നന്ദകുമാർ, സുജാത, സെക്രട്ടറി ശ്യാമള എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് അംഗം രജനി സ്വാഗതവും ക്ഷീരവികസന ഓഫീസർ ശ്യാമിലി നന്ദിയും പറഞ്ഞു. ക്ഷീരസംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്ന പാലിന് പൊതുവിഭാഗത്തിന് സബ്സിഡിയായി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷവും കേരളശ്ശേരി പഞ്ചായത്ത് 3 ലക്ഷവും നൽകുന്നുണ്ട്. കാലിത്തീറ്റ ഇനത്തിൽ SC-കാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപയും പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷവും നൽകി വരുന്നു. പഞ്ചായത്തിലെ 81 ക്ഷീരകർഷകർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുത്തി ഗവൺമെന്റ് LP സ്കൂളിന് SSK സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൈമറി വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചു നൽകിയ സ്പോർട്സ് ഉപകരണങ്ങൾ സ്കൂളിന് കൈമാറി. വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ PK മോഹനൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് അലി ഇടശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BRC പ്രതിനിധി അബിത പദ്ധതി വിശദീകരിച്ചു. വിജിത, SMC ചെയർമാൻ വിജയരാജ്, PTA എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ രജനി, ശാലിനി, കവിത, മൈമുന, ശ്രീദേവി എന്നിവർ സംസാരിച്ചു. ശ്രീജ ടീച്ചർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റുലി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടന് നൽകിയത് വലിയ ചർച്ചയായിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിലെ ഗാനത്തിന് ഹിരൺദാസ് മുരളി എന്ന വേടന് അവാർഡ് നൽകിയതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാറ്റുലിയിലേക്ക്. പ്രതികരണങ്ങൾ എല്ലാവരും പറയുന്ന പ്രതികരണങ്ങൾ താങ്കൾ കേൾക്കുന്നതല്ലേ? അതൊക്കെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്ത് വരികൾക്കാണ് ഈ അവാർഡ് കൊടുത്തത്, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത് എന്നുള്ളത് കൊടുത്തവർക്ക് നിശ്ചയമില്ല, വാങ്ങിച്ച വേടന് നിശ്ചയമില്ല. ഇത് പിന്നെ എന്താണ് പറയാനുള്ളത്? അവാർഡുകൾ പുറത്തപ്പോൾ അങ്ങനെയാണ് കാണുന്നത് എല്ലാ തരത്തിലും. എന്താണ് ആ വരികളുടെ അർത്ഥം, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്തൊക്കെ കേട്ടിട്ടുള്ളത്, അതിൽ കേട്ടിട്ടുള്ള ഓർമ്മയില്ലേ വരികളൊക്കെ? ഇതൊക്കെ തന്നെയാണ് അഭിപ്രായം. അതിനൊക്കെ എത്രയോ നല്ല രീതിയിൽ നല്ല വരികൾ എഴുതി എത്രയോ പാട്ടുകളുണ്ടായിരുന്നു, അവർക്കൊന്നും കൊടുത്തില്ല. വേടന് അവാർഡ് കൊടുത്തത് എങ്ങനെ വിവാദമായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെന്തുകൊണ്ട് വിവാദമാകും? ഇവർ പറയുന്ന ഒന്ന് വേടൻ്റെ പേരിൽ ഒരു കേസുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ആ കേസിന് ഇതുവരെയും കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ പരാതിക്കാർക്ക് സാധിച്ചിട്ടില്ല. കോടതിയിൽ നിന്ന് വേടന് ജാമ്യം കൊടുക്കുമ്പോൾ അത് കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ കേസിനൊരു ക്ലാരിറ്റി ഇല്ല, വെറും ആരോപണം മാത്രം. പിന്നെ രണ്ടാമത് ഇവർ പറയുന്നത് വയലാർ അതുപോലുള്ള ആളുകൾ എഴുതിയ കവിതകളുണ്ട്, അതുപോലെ കവിത എഴുതുന്നവർ ഇപ്പോഴും ഉണ്ട്, അഥവാ മാറ്റുലി കവികളുണ്ട്, അവർക്ക് കൊടുക്കാതെ വേടന് കൊടുത്തു. എന്താ, വരികളാണോ പ്രശ്നം? എങ്കിൽ വേടൻ്റെ വരികളാണ് ഏറ്റവും കൂടുതൽ അവാർഡിന് അർഹൻ. ദേവലോകവും സുരസുന്ദരിമാരെയും വർണ്ണിക്കുന്നതാണ് കവിത അല്ലെങ്കിൽ പാട്ട് എന്ന് വിചാരിക്കുന്നവരോട് കുറിച്ച് എനിക്ക് സഹതാപേ ഉള്ളൂ. അത് ജോയ് മാത്യു ആയാലും വേറെ ആരായാലും അവരെക്കുറിച്ച് സഹതപിക്കാനേ നിവർത്തിയുള്ളൂ. ജോയ് മാത്യു ഉയർത്തി വിഷയം ഇത് നിയമത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിയമപരമായിട്ട് ഈ കേസ് നിലനിൽക്കുന്നു എന്നത് എങ്ങനെയെന്ന് ജോയ് മാത്യു വിശദീകരിക്കണം. അതുകൊണ്ട് തന്നെ വേടനെ പോലെ ഒരു എഴുത്തുകാരന്, പ്രത്യേകിച്ച് ദളിത് പക്ഷത്തുനിന്ന് ഉയർന്നു വന്ന ഒരു എഴുത്തുകാരന് ഇത് കൊടുക്കുമ്പോൾ അത് ഏറ്റവും നല്ല തീരുമാനവും അഭിനന്ദനാർഹവുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട തെറ്റായ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി. അശാസ്ത്രീയ പരിഷ്കാരങ്ങൾക്കെതിരെ പാലക്കാട് RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. സർക്കാർ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് സമിതി നേതാക്കൾ. തുച്ഛമായ ലാഭത്തിനായി ഘടകകക്ഷിയായ CPIയെ പോലും വഞ്ചിച്ചവരാണ് CPMകാരെന്ന് മുൻ മന്ത്രി VC കബീർ. പിണറായി ഭരണം കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം ഭരണമെന്നും VC കബീർ. പെൻഷനേഴ്സ് അസോസിയേഷൻ തരൂർ നിയോജക മണ്ഡലം സമ്മേളനം പരുത്തിപ്പുള്ളിയിൽ. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന DYFI. ആവശ്യമുന്നയിച്ച പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് DYFI മാർച്ച്. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്.
പുറത്തുവന്നത് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തമിഴ്നാട് പോലീസിനൊപ്പം പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. പോലീസ് തടവുകാരനെ കൊണ്ടുവരുന്നത് ലാഘവത്തോടെയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. കുന്നംകുളം പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. മർദ്ദിച്ചത് പെങ്ങാമുക്ക് സ്വദേശി ഷബീറിനെ. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണകാരണം പാമ്പുകടിയേറ്റെന്ന് സംശയം. കുതിരാനിൽ കാട്ടാനക്കൂട്ടം. ഒറ്റയാൻ ഭീതി പരത്തുന്ന പ്രദേശത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് പെരിന്തുമ്പ കാപ്പിക്കാട്ടെ ജനവാസ മേഖലയിൽ. ആനക്കൂട്ടത്തെ തുരത്താൻ സത്വര നടപടി വേണമെന്ന് പ്രദേശവാസികൾ. നഗരവീഥിയിൽ നവീകരണം തുടങ്ങി. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മുതൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് വരെ തകർന്ന പാതയിൽ നടത്തുന്നത് 10 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ. യാത്രക്കാർക്ക് നേരിയ ആശ്വാസം. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. മേള നവംബർ 7 മുതൽ 10 വരെ. 5500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.